നമസ്കാരം, ഞാൻ അനൂപ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികളെല്ലാവരും രുചിയുള്ള ഭക്ഷണം തേടി ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അതുപോലൊരു യാത്രയിലായിരുന്നു ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ പുറയിൽ കണ്ടില്ലേ, ഒരു ലേക്കാണ്. ഈ ലേക്ക് ശരിക്ക് മാൻമെയ്ഡ് ലേക്കാണ്. ഇവിടുത്തെ റിക്രിയേഷൻ പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ലേക്ക്. ഇവിടെ ബോട്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലേക്ക് കാണാൻ വന്നതല്ല ഞാൻ. ഈ ലേക്കിൻ്റെ അടുത്ത് തീരത്ത് നമ്മുടെ ഒരു മലയാളി താമസിക്കുന്നുണ്ട്. ആ മലയാളിയെ കാണാൻ വേണ്ടി വന്നത്. ആ മലയാളിയുടെ പ്രത്യേകത, പുള്ളി ലോകത്തെ ഏറ്റവും വലിയ ക്രൂസ് ഷിപ്പായ കാർണിവൽ ക്രൂസ് ലൈനറിലെ സൂഷെഫായിരുന്നു. അപ്പം ആ മലയാളിയെ കാണാൻ വന്നതാണ്. പുള്ളി എനിക്ക് നല്ലൊരു മെക്സിക്കൻ ഡിഷ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് വിളിച്ചതാണ് എന്നെ. അപ്പോൾ പുള്ളി ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഷെഫ് ടോം ചേട്ടൻ. ചേട്ടനെ പറ്റി ചേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞേ. രണ്ട് വാക്കിൽ ഒതുക്കണം. ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് നാട്ടിൽ നിന്ന് കഴിഞ്ഞു. 2 വർഷം 2000 മുതൽ 2002 വരെ കൊച്ചിയിൽ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാസിനോ ഹോട്ടലിലായിരുന്നു. പിന്നെ അവിടുന്ന് കാർണിവൽ ക്രൂസ് ലൈൻസിലേക്ക് പോയി. അവിടെ ഒരു 13 വർഷം ഉണ്ടായിരുന്നു. ജസ്റ്റ് ബേസിക് കോമിയായിട്ട് തുടങ്ങി അവിടുന്ന് സൂഷെഫായിട്ട് റിട്ടയറായി നാട്ടിൽ ഒതുങ്ങിക്കൂടി ഒരു സെൻറ്റ് ജോസഫ് കോളേജ് പാലയിൽ പഠിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് വരാനുള്ളൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഇപ്പോൾ 2 വർഷം കൊണ്ട് ഓസ്ട്രേലിയയിലുണ്ട്. ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യുക. ക്വസീദിയ എന്ന് പറഞ്ഞൊരു ഡിഷാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ക്വസീദിയ. അത് സ്പെല് ചെയ്യുമ്പം QUESLLED എന്ന് പറയും. ക്വെസദില്ല എന്നാണ് അത് ആക്ച്വലി നമ്മൾ എഴുതുന്നത്. പക്ഷെ അതൊരു മെക്സിക്കൻ, ഒരു സ്പാനിഷ് ഇതിൽ വരുമ്പോൾ ക്വെസീദിയ എന്നാണ് ആക്ച്വലി അത് പറയുന്നത്. അതിപ്പം ഒരു തോർത്തിയ റാപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ചപ്പാത്തി പോലെ ഒരു റാപ്പാണ്. വീറ്റ് കൊണ്ടുണ്ടാക്കാം, അത് കോണ് കൊണ്ടുണ്ടാക്കാം, പിന്നെ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കാം. അത് നമുക്ക് എല്ലാ കടകളിലും കിട്ടുന്നതാണ് തോർത്തിയ റാപ്പ്. ഇപ്പം തോർത്തിയ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചപ്പാത്തി ആയാലും കുറച്ച് നല്ല ഇതിൽ പരത്തി, അല്ലെങ്കിൽ ആട്ട കൊണ്ട് പരത്തി റൊട്ടി ഉണ്ടാക്കി അതിലും ചെയ്യാവുന്നതാണ്, സ്റ്റഫ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ്. പിള്ളേർക്ക് ഒരു നല്ല സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇപ്പൊ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ ക്വെസീദിയ, ബീഫ് വേണമെങ്കിൽ ബീഫ് ക്വെസീദിയ, അങ്ങനെ ഉണ്ടാക്കി. ഇന്ന് ഞാനിപ്പോ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ക്വെസീദിയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്തതാണ്. ടാക്കോ സീസണിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് കടകളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും നമ്മുടെ മസാല ഇടുക. ചിക്കൻ ബ്രസ്റ്റ് കുക്ക് ചെയ്തതാണ് ടാക്കോ സീസണിങ്ങിൽ. ഇത് എന്തോരം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് ചേട്ടാ? ഇതൊരു 3 ചിക്കന്റെ ബ്രസ്റ്റ് ആണ്. 3 ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു 2 ബ്രസ്റ്റ് 2.5 ബ്രസ്റ്റ് എന്ന് വെച്ചോ. അതായത് 1.5 ചിക്കന്റെ ബ്രസ്റ്റ് മാത്രം. അത് ബ്രസ്റ്റ് ആകുമ്പോൾ കുക്ക് ചെയ്യാനും എളുപ്പമാണ് നമുക്ക്. പെട്ടെന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇച്ചിരി ലെമൺ ജ്യൂസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഓവൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുക്കാവും. ബ്രസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ ചീസ്, അതിന്റെ മെയിൻ ഒരു ഇതാണ് ചീസ്. അത് മൊസറല്ല ചീസ്. സാധാരണ മെക്സിക്കൻ ക്യൂസീനിൽ മൊൺട്രീജാക്ക് എന്ന് പറഞ്ഞിട്ട് ചീസാണ് ഉപയോഗിക്കുന്നത്. അതിപ്പോ നമുക്ക് ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ മൊസറല്ല എടുത്തു. മൊസറല്ല ചീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഇലാസ്റ്റിക് ആണ്. നമുക്ക് അതിങ്ങനെ ചീസ് പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടും. അതൊന്ന് വലിഞ്ഞ് ഇങ്ങനെ ഉരുകി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ റാപ്പ്, അപ്പം ഇത് ഞാൻ ഇവിടുന്ന് കോൾസിന്ന് വാങ്ങിച്ചതാണ് റാപ്പ്. പിന്നെ ഉള്ളത് സവർ ക്രീം ഉണ്ട്. സവർ ക്രീം അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഗുവാക്കമോളെ ഉണ്ട്. ഗുവാക്കമോളെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവക്കാഡോ സ്മാഷ് ചെയ്ത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന സാധനമാണ്. പിന്നെ റീഫ്രൈഡ് ബീൻസ്. ഇപ്പം നമ്മുടെ നാട്ടിൽ റീഫ്രൈഡ് ബീൻസ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് അതിന് പറയുന്നത്, ബ്ലാക്ക് ബീൻസോ റെഡ് കിഡ്നി ബീൻസ്, അത് ഇച്ചിരി നല്ലതായിട്ട് കുക്ക് ചെയ്തൊന്ന് പിന്നെ ഒരു ഫോക്ക് വെച്ച് മാഷ് ചെയ്തെടുക്കാം പറ്റുന്നതാണ്. പിന്നെ കൊറിയാണ്ടർ ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു കുറച്ച് ബട്ടർ. പിന്നെ ഇതാണ് നമ്മുടെ ടാക്കോ സീസണിങ്. ഇത് ഇച്ചിരി ഫജീദ സീസണിങ് എന്ന് പറയും. പിന്നെ ഓണിയൻസ്. എത്ര ഓണിയൻ ഉണ്ട് ചേട്ടാ? ഇതൊരു ഹാഫ് ഞാൻ വെച്ചേക്കും. ചിലപ്പം ഗാർണിഷിനോ വേണമെങ്കിൽ വേണമെങ്കിൽ. ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പക്ഷെ ക്യാപ്സിക്കം ഇതിന്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് ക്യാപ്സിക്കം കൂടെ ചേർന്നാണ് ഈ റീഫ്രൈഡ് ബീൻസ്. അതുകൊണ്ട് അത് എടുത്തില്ല എന്നുള്ളൂ. ഇത്രയുമാണ് ബേസിക്. ഇത്രയും കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം ഗുവാക്കമോളയും പിന്നെ സവർ ക്രീം ഒന്നും നാട്ടിൽ കിട്ടിയില്ലെങ്കിലും
ചീസും നമുക്കുള്ള മസാലകളും ചിക്കൻ ബ്രസ്റ്റും വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ അവക്കാഡോ ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വെച്ച് ഓക്കെ നമ്മുടെ നാട്ടിലെ രീതിയിലൊരു കെസീദിയ ഓക്കെ എന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഇത് ഉള്ളത് വെച്ച് നമുക്ക് ഇതേപോലെ ചെയ്യാം. ഓക്കെ, മെക്സിക്കൻ ഇതിൽ. ഓക്കെ. quesadilla ഈ മെക്സിക്കൻ ഡിഷിനൊപ്പം ഒരു ഹെൽത്തി ഡ്രിങ്കും കൂടെ ചേട്ടൻ നമുക്ക് തരുന്നുണ്ട്. അതിനെപ്പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞു. അതൊരു ഡീടോക്സിങ് ഡ്രിങ്ക് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോകാനും പിന്നെ ഒരു റിഫ്രഷിങ് ഡ്രിങ്ക്, നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടാണ്. അതും പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ലെമൺ സ്ലൈസ് അല്ലെങ്കിൽ ലെമൺ വെഡ്ജസ് കട്ട് ചെയ്തിടുക വെള്ളത്തിൽ, ഒരു 3-4 പീസ് കുക്കുംബറും പിന്നെ കുറച്ച് മിൻറ്റ്, നമ്മുടെ പുതിനയിലയും കുക്കുംബറും ലെമണും. അത് ഒരു ദിവസം തലേന്ന് രാത്രിയിൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ഒരു ജഗ്ഗിൻ്റെ അകത്ത് ഇട്ട് ഒഴിച്ച് കഴിഞ്ഞാലാണ് നല്ലത്. അതായത് പിന്നെ അതിൻ്റെ ആ എന്താണ് പറയുന്നത്, അതിൻ്റെ ഫ്ലേവേഴ്സ് ഒക്കെ ഇറങ്ങി നമുക്ക് പിറ്റേ ദിവസം രാവിലെ അത് കുടിക്കാം. വെറും വയറ്റിൽ കുടിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഡീടോക്സിങ്, ഞാൻ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് പോകാൻ ഏറ്റവും നല്ല ഒരെണ്ണമാണ്. പിന്നെ തണുപ്പ് അധികം ഇഷ്ടമില്ല, ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാം അതിൻ്റെ ഫ്ലേവേഴ്സ് ഇറങ്ങാനായിട്ട്. അപ്പം അധികം തണുപ്പ് ആവശ്യമില്ലാത്തവർക്ക് പിറ്റേ ദിവസം നമ്മുടെ നോർമൽ വാട്ടറോ അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചെയ്ത് കുടിക്കാവുന്നതാണ്. പിന്നെ ഹോൾ ഡേ അത് തന്നെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഓഫീസിൽ പോകുന്നവർക്ക് അത് ബോട്ടിലാക്കി കൊണ്ടുപോകാൻ, കാരണം റിഫ്രഷിങ് ഡ്രിങ്കും കൂടാണ്. നമ്മളൊരു ഉന്മേഷം കിട്ടും അത് കുടിച്ചു കഴിഞ്ഞാൽ. ആദ്യം നമ്മളൊരു quesadilla മിക്സർ ഉണ്ടാക്കാം. ചിക്കൻ ബ്രസ്റ്റും ഇച്ചിരി ഓണിയൻസും ടാക്കോ സീസണിങ് ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ചീസും ഇട്ട് ഒരു മിക്സർ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് റാപ്പ് ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ. ഇപ്പം ഒരു മിക്സർ ഉണ്ടാക്കുമ്പം ജസ്റ്റ് ഒനിയൻ സോട്ട് ചെയ്യാനും ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനും പിന്നെ ടാക്കോ സീസണിങ്ങിനുള്ളതും കൂടെ ചേർത്ത് ഏകദേശം ഒരു സ്പൂൺ ഓയിൽ മതിയാവും. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ബട്ടർ ഉണ്ട്. അതായത് ബട്ടർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ റാപ്പ് ഒന്ന് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ച് കളറും കൂടെ കിട്ടും. ഇപ്പൊ പക്ഷെ നമ്മൾ ഓയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പാനിനകത്ത് ഓയിൽ ഇട്ടു. എന്ത് ഓയിലാണ് ചേട്ടാ ഇത്? ഇത് വെജിറ്റബിൾ ഓയിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പം വെജിറ്റബിൾ ഓയിൽ ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന തേങ്ങ എണ്ണ ആയാലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല, ഒരു സ്പൂണേ ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് ഞാൻ ഒനിയൻ ഇടുവാണ്. ഓക്കെ. ഈ ടാക്കോ സീസണിങ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ നാട്ടിലെ ക്യൂമിൻ പൗഡറും ഒനിയൻ പൗഡർ അങ്ങനത്തെ സാധനങ്ങൾ ചേർന്നതാണ്. മെക്സിക്കനിൽ മെയിനായിട്ടും അവർ ക്യൂമിൻ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ ഈ കേരളത്തിലെ ഇൻഗ്രീഡിയൻസുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുണ്ടല്ലേ നമ്മുടെ കേരള ഫുഡുമായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഏകദേശം ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ നാട്ടിൽ സെയിം പോലെയാണ്. പിന്നെ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ കേരളം, ഇന്ത്യ എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ബീൻസ് ആയാലും ശരി, ഓണിയൻസ്, ടൊമാറ്റോ, സാൽസ ആയാലും ശരി, അവരുടെ എല്ലാം ഏകദേശം അങ്ങനത്തെയാണ്. പിന്നെ ആൾക്കാരും ഏകദേശം സ്പാനിഷ് ആൾക്കാരും കാണാൻ നമ്മുടെ നാട്ടുകാരെ പോലൊക്കെ തന്നെ ഇരിക്കും. റീഫ്രൈഡ് ബീൻസ്. ഇത് റെഡ് ബീൻസ് ആണ്. ഇത് എത്ര, ഒരു ടീസ്പൂൺ? എങ്ങനെ അതിന്റെ കണക്ക്? ടീസ്പൂൺ എന്നല്ല, ഇത് ആക്ച്വലി പിന്നെ ഇപ്പം നമുക്ക് പിന്നെ കൂടുതൽ പേർക്കും പിന്നെ ചിക്കനും അത് നമ്മൾ ബീൻസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കോട്ടിങ് കിട്ടും, പിടിച്ചിരിക്കാൻ ചിക്കനിൽ. ഒത്തിരി ആഡ് ചെയ്യണമെന്നില്ല. ഇപ്പം ഏകദേശം ഇതിപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ആഡ് ചെയ്ത് 2 ടീസ്പൂൺ. അത് കഴിഞ്ഞ് ചിക്കൻ്റെ മിക്സറും എല്ലാം ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിക്കോളും. കാരണം ഇതൊരു കോട്ടിങ്ങും കൂടെ കിട്ടുന്നുണ്ട് ചിക്കനിൽ, ആ തോർത്തിയിൽ പിടിച്ചിരിക്കാനായിട്ട്. പിന്നെ കുറച്ച് ടാക്കോ ഏകദേശം ഒരു സ്പൂൺ ഇട്ടു. ക്യൂമിൻ പൗഡർ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ക്യൂമിൻ പൗഡർ കിട്ടിയില്ല. നമ്മുടെ നാട്ടിലെ മസാല മൂപ്പിക്കുന്ന പോലെ മൂപ്പിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തു ചെയ്താൽ മതി. ചിക്കൻ ആഡ് ചെയ്തു, കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ലെമൺ ജ്യൂസിലും ടാക്കോ സീസണിങ്ങിലും ഓയിലും കൂടെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കുക്ക് ചെയ്ത ചിക്കൻ.
ഉണ്ടാവുന്ന സാധനമാണ്. ഫ്രൈ ആയി കഴിഞ്ഞാൽ അതൊരു കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ പിന്നെ ചൂയി ആയി ഒത്തിരി നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കും. പിന്നെ കുറച്ച് ചോപ്പ് മല്ലിയിലയൊക്കെ ഈ സ്പാനിഷ് ഡിഷിലുള്ള മെയിനാണ്. മെയിൻ ഒരു ഇതാണ്. അതാണ് നമ്മുടെ നാടുമായിട്ട് ഏകദേശം ഒരു ഇച്ചിരി ലെമൺ ജ്യൂസ് വെച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ മാരിനേറ്റ് ചെയ്തതിന്റെ ജ്യൂസ് തന്നെ ഒഴിക്കുകയാണ്. ലെമൺ ജ്യൂസും ഓയിലും കൂടെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതാണ്. അതങ്ങ് നമ്മൾ ഫിനിഷ് ചെയ്യണം വെച്ച്. ഇനി നമുക്ക് റാപ്പിലേക്ക് കിടക്കാം. റാപ്പ് എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ സവർ ക്രീമും കോക്കമോളയും ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ തോർത്തിയ റാപ്പിലേക്ക്. പിന്നെ തോർത്തിയ റാപ്പ് എന്നാണ് പറയുന്നത്. വീണ്ടും തോർത്തിയ എന്ന് പറയുന്നത് എല്ലാത്തിലും സൈലന്റ് ആണ്. TORTI LL എന്നാണ് നമ്മൾ എഴുതുന്നത്. തോർത്തിയ എന്ന് പറയും. ക്വെസഡില്ലയിലും എല്ല് നമ്മൾ ക്വെസഡില്ല എന്നാണ് പറയുന്നത്. എല്ല് സൈലന്റ് ആണ്. കുറച്ച് നമ്മളൊരു സവർ ക്രീം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത്. ഇതിപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ചിക്കൻ്റെ മുകളിൽ സവർ ക്രീം ഇടുകയോ അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്താലും കുഴപ്പമില്ല. നമ്മൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ ഞാൻ. പിന്നെ ചിക്കൻ്റെ മിക്സർ ഇടുന്നു. ചീസ് മടക്കി ബട്ടർ ഓയിലും കൂടെ നമ്മൾ ഇച്ചിരി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പിന്നെ ഒരു കളറിനും കൂടെ വേണ്ടിയിട്ട്. ബട്ടർ മാത്രം ഇട്ടാൽ കരിഞ്ഞു പോകും. ഇച്ചിരി ഒരു ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുക. നമുക്ക് പിന്നെ ചെറിയ ചൂടിലാണെങ്കിൽ ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഓവൻ്റെ അകത്തിട്ട് ഫിനിഷ് ചെയ്താലും മതി. പക്ഷെ ചെറിയ ചൂടിലാണെങ്കിൽ ഇവിടെ തന്നെ ഇട്ടാൽ മതി. കാരണം ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടാനായിട്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു ഒട്ടാനായിട്ട്. ഈ കളറാണ് ഏകദേശം വേണ്ടിയത്. പ്ലേറ്റിംഗ് ചെയ്യല്ലേ? പ്ലേറ്റിംഗ് ജസ്റ്റ് ഒരു സവർ ക്രീം
കുറച്ചൊരു പൊടി കളറിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്ലേറ്റിൽ സിദിയ റെഡിയായി കഴിഞ്ഞു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. എന്തായാലും ആ സവർ ക്രീമിലും ഗുവാക്കമോളിലും കൂടെ ഒന്ന് ടച്ച് ചെയ്ത്. ഓക്കെ, അടിപൊളി സാധനം. നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ പലതിൻ്റെയും രുചി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അതായത് നമ്മുടെ നാട്ടിലുണ്ടാക്കുവാണെങ്കിൽ പിള്ളേർക്ക് ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ. ഓക്കെ, ചീസാണല്ലോ മെയിനായിട്ട് അവർക്ക്. അത് സൂപ്പർ സാധനം, അടിപൊളി. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. അതുപോലെ തന്നെ ഈ ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഈ വീഡിയോ ടോം ചേട്ടനോടൊപ്പമുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം.